ഹലോ, ഇന്ന് ഞാനൊരു സുലൈമാനി ചായയുടെ റെസിപ്പിയാണ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത്. സാധാരണയായി ഒരു ഹെവി മീലിന് ശേഷം ഹോട്ടലിലൊക്കെ സെർവ് ചെയ്യുന്ന ഒരു ഡ്രിങ്കാണത്. പെട്ടെന്നുള്ള ഡൈജഷന് വേണ്ടിയിട്ടാണ് ഈ ഡ്രിങ്ക് കുടിക്കുന്നത്. അതിൻ്റെ യഥാർത്ഥ രുചിയിലാണ് ഞാനിവിടെ തയ്യാറാക്കി കാണിക്കുന്നത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇവിടെ ഞാൻ 2 കപ്പ് അളവിലാണ് വെള്ളം എടുത്തിരിക്കുന്നത്. അതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് 2 കഷ്ണം പട്ട ഇട്ട് കൊടുക്കാം, 2 ഏലക്കായി, അതുപോലെ 2 ഗ്രാമ്പൂ, 1 കഷ്ണം ഇഞ്ചി ചതച്ചെടുത്തത്. ഇതിലേക്ക് ഒരു 5 കുരുമുളക്, മുഴുവനായിട്ടുള്ള കുരുമുളകാണ്, അത് ചേർത്ത് കൊടുക്കാം. 2 പുതിനയില, മിൻറ്റ് ലീവ്സ് ചേർത്ത് കൊടുക്കാം. ഇത് തിളക്കുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാരക്ക് പകരം നിങ്ങൾക്ക് വെല്ലവും ചേർത്ത് കൊടുക്കാവുന്നതാണ്. മധുരം ചേർക്കാതെ തന്നെ ഇത് വളരെ ടേസ്റ്റിയാണ്. ആർക്ക് വേണമെങ്കിൽ ഉണ്ടാക്കി കുടിക്കാം. അതിനുശേഷം ഒരു 1/2 ടീസ്പൂൺ ചായപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 മിനിറ്റ് ഒന്ന് ഇത് തിളച്ചതിന് ശേഷം നമുക്കൊരു 30 സെക്കൻഡ് ഇതൊന്ന് മൂടി വെക്കാം. അതിനുശേഷം ഒന്ന് തുറന്ന് നോക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ നാരങ്ങാ നീര് കൂടി ചേർത്ത് കൊടുക്കാം. നമ്മുടെ സുലൈമാനി ചായ റെഡിയായിട്ടുണ്ട്. അത് ഇനി ഗ്ലാസ്സുകളിലേക്ക് പകർന്നു കൊടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ സുലൈമാനി ടീ ആണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. 2 പുതിനയില വെച്ച് നമുക്കിതൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം. ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കാനും, അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.